നിങ്ങൾ ധൈര്യത്തോടെ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ ജീവിതം വളരെ എളുപ്പമാണ്. നമസ്കാരം, എന്റെ പേര് മീര. എല്ലാവർക്കും സജിൽസ് ടെക് സെന്ററിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് എന്നെപ്പോലുള്ള സംസാരിക്കുന്ന അനിമേഷൻ തികച്ചും സൗജന്യമായി എങ്ങനെ നിങ്ങൾക്ക് നിർമ്മിക്കാം എന്നതിനെക്കുറിച്ചാണ്. നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുന്നതാണ്. ഇതുപോലെ വീഡിയോസ് ഉപയോഗിച്ച് നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല, ഓൺലൈൻ വീഡിയോ മാർക്കറ്റിംഗിനും ഇത് ഉപയോഗിക്കാം. നിങ്ങളുടെ ചിത്രം ഉപയോഗിച്ചും ഇതുപോലെ വീഡിയോസ് നിർമ്മിക്കാൻ കഴിയുന്നതാണ്. ഇതുപോലുള്ള നിങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ആനിമേഷൻ ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യാം, അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഇമേജ് എങ്ങനെ ആനിമേറ്റഡ് ആക്കാം എന്നുള്ളതിനൊക്കെ കുറിച്ചാണ്. ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഇമേജ് ബെറ്റർ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് AI യൂസ് ചെയ്തിട്ടുള്ള ഇമേജസ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇതുപോലെ ഏകദേശം ഒരു ഇമേജ് നിങ്ങൾ Clipdrop വെച്ചിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിനു മുമ്പുള്ള ട്യൂട്ടോറിയലിൽ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എങ്ങനെ Clipdrop യൂസ് ചെയ്തിട്ട് നമുക്ക് AI ഇമേജസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച്. അതിന് വേണ്ടിയിട്ട് clipdrop.co എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോകാം. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ സ്റ്റേബിൾ ഡിഫ്യൂഷനിൽ പോകാം. ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഒരു ടേം അല്ലെങ്കിൽ ഒരു പ്രോംപ്റ്റ് ഇതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കൊടുക്കുന്നുണ്ട് ബ്യൂട്ടിഫുൾ കേരള ഗേൾ വെയറിങ് കേരള ട്രഡീഷണൽ കോസ്റ്റ്യൂംസ് എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം നിങ്ങളിപ്പോൾ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് സ്റ്റൈൽ ഒന്നുമില്ലെങ്കിൽ ഫോട്ടോഗ്രാഫിക് അല്ലെങ്കിൽ സിനിമാറ്റിക് കൊടുക്കാം. അതുപോലെ തന്നെ ആസ്പെക്ട് റേഷ്യോ, ഇപ്പോൾ വൈഡ് സ്ക്രീൻ, നമ്മളിപ്പോൾ വീഡിയോസ് എല്ലാം ചെയ്യുമ്പോൾ സാധാരണ വൈഡ് ഇമേജസ് ആണ് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ലാൻഡ്സ്കേപ്പ് ഇമേജസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ വൈഡ് സ്ക്രീൻ യൂസ് ചെയ്യാം. എന്നിട്ട് ജനറേറ്റ് ചെയ്യാം. കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഇമേജ് കിട്ടും. അപ്പോൾ അതുപോലെ ഞാൻ ക്രിയേറ്റ് ചെയ്ത ഇമേജാണ് ഇത്. അതുപോലെ തന്നെ ഈ ഇമേജസ് എല്ലാം. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്ന വെബ്സൈറ്റിൽ ഒരിക്കലും സെലിബ്രിറ്റി ഇമേജസ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. കാരണം അക്കൗണ്ട് നിങ്ങളുടെ ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. മറിച്ച് ഇതുപോലെ AI ജനറേറ്റഡ് ആയിട്ടുള്ള ഇമേജസ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇമേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് ഇതുപോലുള്ള ആനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇമേജ് ക്രിയേഷനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഇമേജ് ഇതുപോലെ ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ ഒരു ഇമേജ് നമ്മളിപ്പോൾ എടുക്കുന്നുണ്ട്, ഡൗൺലോഡ് ചെയ്തെടുക്കുക. എപ്പോഴും ഫേസ് സെൻറ്റർ ആയിട്ടുള്ള ഇമേജസ് സെലക്ട് ചെയ്തെടുക്കുന്നത് നല്ലത്. ഇപ്പോൾ ഈ ഇമേജ് നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടി റെൻഡർ ചെയ്തെടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കാണുന്ന വാട്ടർ മാർക്ക് നമ്മൾ റിമൂവ് ചെയ്യുക. ഇതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് എങ്ങനെ വാട്ടർ മാർക്ക് റിമൂവ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച്. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. watermarkremover.io എന്ന വെബ്സൈറ്റിൽ പോയിട്ട് ഈ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്തെടുക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം ആ ഒരു വാട്ടർമാർക്ക് റിമൂവ് ആയിരിക്കുന്നത്. എന്നിട്ട് ആ ഇമേജ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഇമേജ് റെഡി ആയിട്ടുണ്ട്. ഇനി കൂടുതൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഇമേജസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ChatGPTയിൽ പോകുക. ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഒരു പ്ലഗിൻ, അതായത് AIPRM എന്ന് പറഞ്ഞ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇവിടെ Midjourney പ്രോംപ്റ്റ് ജനറേറ്റർ എന്ന് പറയുന്ന സെക്ഷൻ ആക്ടിവേറ്റ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ബ്യൂട്ടിഫുൾ മലയാളി ഗേൾ എന്നോ അല്ലെങ്കിൽ കേരള ബ്യൂട്ടിഫുൾ ഗേൾസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള പ്രോംപ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അത് ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് വീണ്ടും റെൻഡർ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നല്ല നല്ല ഇമേജസ്, നല്ല ക്വാളിറ്റി ഉള്ള ഇമേജസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഈ ഒരു പ്രോംപ്റ്റ് നമുക്ക് എടുക്കാം. ഇപ്പോൾ Clipdropൽ ലിമിറ്റ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ അക്കൗണ്ട് ഇപ്പോൾ ലിമിറ്റ് കാണിക്കുകയാണെങ്കിൽ മറ്റൊരു ഇമെയിൽ ID യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീണ്ടും അൺലിമിറ്റഡ് ആയിട്ട് ഇമേജസ് ക്രിയേറ്റ് ചെയ്യാം. അതുമല്ലെങ്കിൽ മറ്റൊരു ട്രിക്ക് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ sajil@gmail.com എന്നാണ് നിങ്ങളുടെ ഇമെയിൽ ക്രിയേറ്റ് ചെയ്തത് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു ഇമെയിൽ ID ആയിട്ട് അത് കൺവേർട്ട് ആകും. നിങ്ങൾക്ക് വീണ്ടും അത് യൂസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം മറ്റ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഇമേജസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഇമേജസ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്ത് എടുക്കാം. അതുപോലെ വീണ്ടും റെൻഡർ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമേജസ് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യലാണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് മലയാളത്തിലാണ്. ഇതിൻ്റെ ഇൻട്രോ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. മലയാളം വോയിസ് ഓവറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്.
അതുപോലെ തന്നെ നമുക്ക് ഏത് ലാംഗ്വേജ് വേണമെങ്കിലും ഈ ഒരു വെബ്സൈറ്റിൽ വോയിസ് ഓവർ ക്രിയേറ്റ് ചെയ്യാം. അതെങ്ങനെയെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ മലയാളം ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് malayalam.india.typing.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അത് കൺവേർട്ടായിട്ട് മലയാളത്തിലേക്കായി വരും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് സുഖമാണോ എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മലയാളത്തിലേക്കായി സ്ക്രിപ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ട് ടൈപ്പ് ചെയ്ത് മലയാളത്തിലേക്കാക്കാം. അതല്ല ഇംഗ്ലീഷ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഇംഗ്ലീഷ് സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് അതായത് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ മലയാളത്തിലുള്ള സ്ക്രിപ്റ്റ് റെഡിയാക്കലാണ്. അപ്പോൾ ഏത് ലാംഗ്വേജ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഹിന്ദി വേണമെങ്കിൽ ഹിന്ദിയായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് മറ്റു വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അതുമല്ലെങ്കിൽ ഇംഗ്ലീഷ് ആണെങ്കിൽ പിന്നെ ഈ ഒരു സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല, ഡയറക്റ്റ് നമുക്ക് ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനിയാണ് നെക്സ്റ്റ് മൂന്നാമത്തെ സ്റ്റെപ്പ് വരുന്നത്. ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് studio.d/id.com എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. അപ്പോൾ ഈ വെബ്സൈറ്റിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈച്ച് സ്റ്റെപ്പ് ടൈമിംഗ് വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിൽ ഇൻബിൽട്ടായിട്ട് ഒരുപാട് ക്യാരക്ടേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഒരുപാട് ക്യാരക്ടേഴ്സ് അവൈലബിൾ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഈ ക്യാരക്ടേഴ്സ് എല്ലാം നമുക്ക് വേണമെങ്കിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. നമ്മുടെ സ്ക്രിപ്റ്റിനനുസരിച്ച് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കൺവേർട്ടായി വരുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ മറ്റൊരു ഇതിൽ ഇൻബിൽട്ടായിട്ട് ചെയ്ത ഒരു ആനിമേഷൻ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇത് ഇൻബിൽട്ടായിട്ടുള്ള ഒരു ക്യാരക്ടർ യൂസ് ചെയ്തിട്ട് ഞാൻ ചെയ്തിരിക്കുന്ന ഒരു ആനിമേഷനാണ്. ഇത് ജസ്റ്റ് സാമ്പിൾ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ട് സൈനപ്പ് ചെയ്യാൻ എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് 20 ക്രെഡിറ്റ്സ് കിട്ടും. അപ്പോൾ നിങ്ങളുടെ വീഡിയോയുടെ ലെങ്ത് അനുസരിച്ച് ഓരോ ക്രെഡിറ്റ് ആയിട്ട് ഡിഡക്റ്റായി വരും. അതുപോലെ തന്നെ 14 ഡേ ഫ്രീ ട്രയലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ ട്രയൽ നമുക്ക് യൂസ് ചെയ്യാം. അത്യാവശ്യം വീഡിയോസ് എല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോ ഞാൻ റോമൻ റെയിൻസ്, അതായത് WWE സൂപ്പർ സ്റ്റാർ റോമൻ റെയിൻസിനെ വെച്ചിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതൊന്നും നമുക്കിപ്പോൾ ഗൂഗിളിൽ നിന്ന് ഇമേജ് എടുക്കാൻ സാധിക്കില്ല. ഞാനിത് ഓട്ടോമാറ്റിക്കായിട്ട്, അതായത് നമ്മളുടെ AI ഇമേജ് ആക്കി യൂസ് ചെയ്ത ഒരു ക്ലിപ്പാണിത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. പേര് റോമൻ. എല്ലാവർക്കും സജിൽ ടെക് സെന്ററിലേക്ക് സ്വാഗതം. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് സജിൽ. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് എന്നെ പോലുള്ള സംസാരിക്കുന്ന HR തികച്ചും സൗജന്യമായി എങ്ങനെ നിങ്ങൾ അപ്പോൾ ഇതുപോലെ ഒരുപാട് ഇമേജസ് അല്ലെങ്കിൽ വീഡിയോ ആനിമേഷൻസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഇമേജ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുക. അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഇമേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് വീഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു സെക്ഷനിൽ നിന്ന് നമ്മളിപ്പോൾ അപ്ലോഡ് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഇമേജ് ഞാനിപ്പോൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. ഞാനിപ്പോൾ രണ്ടാമത് ക്രിയേറ്റ് ചെയ്ത ഇമേജാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ഇമേജ് അപ്ലോഡായി വന്നിട്ടുണ്ട്. ഇനി ഉള്ള സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സ്ക്രിപ്റ്റ് കോപ്പി ചെയ്തെടുക്കുക. ഞാനിപ്പോൾ സെയിം സ്ക്രിപ്റ്റാണ്, ഞാനിത് വീഡിയോയുടെ തുടക്കം കാണിച്ച ആ സ്ക്രിപ്റ്റ് തന്നെ റൈറ്റ് സൈഡിൽ ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, മലയാളമാണെങ്കിൽ മലയാളം, അതല്ലെങ്കിൽ ഇതിൽ ഇപ്പോൾ 698 വേർഡ്സ് ഉള്ളൂ. പക്ഷേ 3000 സംതിങ് വേർഡ്സ് നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കൂടുതൽ വേർഡ്സ് ഒക്കെ വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യണം. പക്ഷേ നമുക്കിപ്പോൾ സാധാരണ ട്രയൽ വേർഷൻ തന്നെ മതി. ഇനി നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ഇവിടെ നിന്നിട്ട് ലാംഗ്വേജ് സെലക്ട് ചെയ്യലാണ്. നമ്മളിപ്പോൾ മലയാളമായത് കാരണം ഇവിടെ നിന്നിട്ട് മലയാളം സെലക്ട് ചെയ്തെടുക്കുക. ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്, കന്നഡ, ഹിന്ദി, എല്ലാ ലാംഗ്വേജും ഇതിൽ അവൈലബിൾ ആണ്. ഓക്കെ, മലയാളം ഇന്ത്യ. മലയാളം സെലക്ട് ചെയ്യുമ്പോൾ തന്നെ 2 ഓപ്ഷൻസ് താഴെ, അതിൻ്റെ താഴെ വോയിസസ് നിങ്ങൾക്ക് ലഭിക്കും. ഒന്ന് ശോഭന, അതുപോലെ തന്നെ മിഥുൻ. ആണാണെങ്കിൽ മിഥുൻ സെലക്ട് ചെയ്യുക, പെണ്ണാണെങ്കിൽ ശോഭന സെലക്ട് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ശോഭനയാണ് കൊടുക്കുന്നത്. ഇനി നമ്മൾ ആകെ ചെയ്യേണ്ടത്, ഏറ്റവും മുകളിൽ കാണുന്ന ജനറേറ്റ് വീഡിയോ എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കാൽക്കുലേറ്റിംഗ് ക്രെഡിറ്റ് എമൗണ്ട്, അതായത് നമുക്ക് ഇപ്പോൾ 5 ക്രെഡിറ്റ് ബാക്കിയുണ്ട്. ഇതിൽ 4 ക്രെഡിറ്റ് കൂടി ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ എടുക്കും. ബാക്കി 1 ക്രെഡിറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ 20 ക്രെഡിറ്റ്സ് നിങ്ങൾക്ക് ടോട്ടൽ ലഭിക്കും. അപ്പോൾ അത്യാവശ്യം വീഡിയോസ് എല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ദെൻ ജനറേറ്റ് കൊടുക്കുക. ഓക്കെ, ഇവിടെ വീഡിയോ ജനറേറ്റ് ആയി വരുന്നുണ്ട്. ഓക്കെ, വീഡിയോ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു ക്രിയേറ്റഡ് വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. നമസ്കാരം, എൻ്റെ പേര് മീര. എല്ലാവർക്കും സജിൽ ടെക് സെന്ററിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്
എന്നെപ്പോലുള്ള സംസാരിക്കുന്ന ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ വീഡിയോ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് എല്ലാം ഇൻ്റർനെറ്റിൽ ഇപ്പോൾ വൈറലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അത്യാവശ്യം വൈറലാകാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലെല്ലാം യൂസ് ചെയ്യാം. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുക, ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കുക. പേര് മീര. എല്ലാവർക്കും സജിൽസ് ടെക് സെന്ററിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് എന്നെപ്പോലുള്ള സംസാരിക്കുന്ന ഓക്കെ, വീഡിയോ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കുറച്ചുകൂടി നമുക്ക് ലെങ്തി ആയിട്ടുള്ള അല്ലെങ്കിൽ സൈഡിലൊക്കെ കുറച്ചുകൂടി ലെങ്ത്തുള്ള വീഡിയോ അല്ലെങ്കിൽ ഇമേജ് കിട്ടുകയാണെങ്കിൽ നമുക്കതും യൂസ് ചെയ്യാം. ഇപ്പോൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഫുൾ ലെങ്ത് വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് 1280 × 720 എന്ന് പറയുന്ന സൈസിലുള്ള ഇമേജസ് എടുക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾ ധൈര്യത്തോടെ യാഥാർത്ഥ്യം ഓക്കെ ഇതുപോലെ ഫുൾ സ്ക്രീൻ വീഡിയോ കിട്ടും. അല്ലെങ്കിൽ 1920 × 1080 സാധാരണ ഹൈ റെസൊല്യൂഷൻ വീഡിയോയുടെ സൈസ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുമല്ലെങ്കിൽ ചെറിയ വീഡിയോസായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ സ്റ്റാറ്റസ് ഒക്കെ ഇടാനൊക്കെ വേണമെങ്കിൽ സാധാരണ പോർട്രേറ്റ് ആയിട്ടുള്ള ഇമേജസ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ക്ലിപ്ഡ്രോപ്പിൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ആസ്പെക്ട് റേഷ്യോ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആസ്പെക്ട് റേഷ്യോ കൊടുക്കുമ്പോൾ കറക്റ്റ് ഇമേജിൻ്റെ സൈസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ രീതിയിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് ഇതുപോലുള്ള സൈസിലുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് കാണാം. ഇതെല്ലാം വലിയ ഇമേജ് യൂസ് ചെയ്തിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത വീഡിയോസാണ് ഇതെല്ലാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഫുൾ സ്ക്രീൻ വീഡിയോ ആണ് ഇതെല്ലാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഇമേജിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇതുപോലുള്ള വൈറലാകാൻ ചാൻസ് ഉള്ള വീഡിയോസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ കംപ്ലീറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ കമൻറ്റിലും പിൻ ചെയ്യാം. AI യൂസ് ചെയ്തിട്ടുള്ള ഇമേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള ട്യൂട്ടോറിയൽ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും പിൻ ചെയ്യാം. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്നുകൂടി കാണുക, കുറച്ചുകൂടി ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ഈ കാണിച്ച സംഭവങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ക്രോം ബ്രൗസർ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. യാതൊരു പ്രോബ്ലമില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒരുപാട് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ പുതിയ പുതിയ ലെസൺസ് നമ്മുടെ ചാനലിലൂടെ ഞാൻ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പഠിക്കാനും അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാനും ഈ ചാനൽ ഉപയോഗപ്പെടും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സും അതിനെ വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.